മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കുറിച്ച് സൂചിപ്പിച്ചു. AK ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി. ഈ മൂന്നാളുകളെയും എങ്ങനെയാണ് വ്യത്യസ്തപ്പെടുത്തുന്നത്, എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? വയലാറിൻ്റെ അപ്പം തന്നെ ഡൽഹിയിലല്ലേ മനോരമയെ വിളിച്ചു കൊടുത്തു. അസൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയപ്പോൾ MLA, ഇറങ്ങിയപ്പോൾ XMLA. നിങ്ങളുടെ വോയിസ് അനാവശ്യമായും ഉപയോഗിക്കരുത്. ഇപ്പം അങ്ങനെ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടല്ലേ പാർട്ടിക്കകത്ത്. ഒരുപാട് കാലം ഒരു ഉപകരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ കാലക്രമത്തിൽ അതിന് ചില തേയ്മാനം കേടുപാടുണ്ടാവും. അതേ എനിക്കും സംഭവിച്ചിട്ടുണ്ട്. നിയമസഭയിൽ വെച്ചാണ് ഈ ശബ്ദം ഒരു അതെപ്പോഴേ നിയമസഭയിൽ ഞാൻ മൂന്നാമത്തെ തവണ, 5 തവണ MLA ആയിരുന്നു, മൂന്നാമത്തെ തവണ MLA ആയിരിക്കുന്ന ഒരവസരത്തിൽ, അത് K. കരുണാകരൻ്റെ മന്ത്രിസഭയാണ്. അന്ന് ഞാൻ ഏതോ ഒരു എല്ലാ ചർച്ചകളിലും എനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടും. കാരണം പ്രതിപക്ഷം പറയുന്നതിന് മറുപടി പറയാൻ ഭരണപക്ഷത്തെ നേരിടണം. ഞാൻ പിന്നെ എൻ്റേതായിട്ടുള്ള ഒരുപാട് സമയങ്ങളുണ്ട്. അതും നിയമസഭ അംഗം എന്നുള്ളതിലേക്ക് ഞാൻ നല്ല ഹോംവർക്ക് ചെയ്യുമായിരുന്നു. ഒരു പ്രസംഗത്തിന് വേണ്ടി വാസ്തവത്തിൽ ഞാൻ 3-4 ദിവസം ഉറക്കളയ്ക്കും. ആണല്ലേ? ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു, ഇതുപോലെ പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ IAS കിട്ടിപ്പോയി. കാരണം ഞാൻ പിന്നെ പ്രധാനപ്പെട്ട കവിതകൾ കോട്ട് ചെയ്യും, പ്രധാനപ്പെട്ട ഈ നേതാക്കന്മാരുടെ പ്രസംഗം കോട്ട് ചെയ്യും, നെഹ്റു, ഗാന്ധി. അപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ ഐഡിയോളജിക്കലായിട്ട് അവരുടെ തന്നെ മാർക്സും ലെനിനും ഒക്കെ, അതൊക്കെ ഈ ചുമ്മാ പറയാൻ ഒക്കില്ലല്ലോ, കുത്തിയിരുന്ന് വായിച്ച് കോട്ടിങ്സ് എഴുതി വയ്ക്കും. പിന്നെ ബില്ലിൻ്റെ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കും. അത് എനിക്ക് ട്രെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് അവിടെ ആളുണ്ട്, എന്നാലും നമ്മൾ വരുന്ന ഹോംവർക്ക് ചെയ്യും. അപ്പോൾ എല്ലാ പ്രസംഗങ്ങളിലും പ്രസംഗിച്ച് ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ സന്ദർഭം തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. PC ചാക്കോ, കടന്നപ്പള്ളി ഇവരൊക്കെ കോൺഗ്രസിൽ നിന്ന് മാറി കോൺഗ്രസ് NCPയിലേക്ക് പോകുന്നതിൻ്റെ തുടക്കം. അന്ന് ഞങ്ങൾ AK ആൻ്റണിയുടെ നേതൃത്വത്തിൽ, പിന്നീടാണല്ലോ ഇവർ വരുന്നത്. ആ സന്ദർഭത്തിൽ ചാക്കോയും പുട്ടനും ഒക്കെ പോയതിനെതിരായി ഞാൻ പ്രസംഗിക്കുക. അപ്പോൾ ഒരു ഗ്രീക്ക് കഥ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ രാത്രി എന്താണ്, ഒരു രാജ്ഞിയുടെ മുമ്പിൽ, ഇപ്പോൾ സുന്ദരിയായ രാജ്ഞിയെ പ്രാപിക്കാൻ പോകുന്ന കുറേ ആളുകളുണ്ട്. അവസാനം രാത്രിയുടെ അന്ത്യാമത്തിൽ ആ രാജ്ഞിയുടെ മൂക്കിൽ നിന്ന് സർപ്പം ഇറങ്ങി വരും, ഇവരെ കൊത്തിക്കൊല്ലും. അപ്പോൾ ഞാൻ പറഞ്ഞു, സർപ്പം ഇറങ്ങി വന്നു, ഇവരെ കൊല്ലാൻ പോയപ്പോൾ ഇവർ എടുത്ത് ഓടി. അവരുടെ മുണ്ടും വസ്ത്രവും പാമ്പിൻ്റെ വായിൽ അവരിതാ വിവസ്ത്രരായിതാ വന്ന് നിൽക്കുന്നു മാർക്സിസ്റ്റുകാരുടെ കൂടെ. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചാക്കോ പറയും, ഞങ്ങളെ പറഞ്ഞുകൊണ്ട് തന്നെ ശബ്ദം പോയി, എനിക്ക് പിന്നെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ സാർ എന്ന് പറയുന്നതിൻ്റെ ശബ്ദം വരുന്നില്ല. അപ്പോൾ സ്പീക്കർ ഇടപെട്ടു, സംതിങ് റോങ് വിത്ത് ഹിം. സ്പീക്കർ അന്ന് എൻ്റെ മറന്നുപോയി, വർക്കല രാധാകൃഷ്ണൻ, അങ്ങനെ ആരോ ആണ്. അപ്പോൾ ഉടനെ തന്നെ അവിടെ അസംബ്ലിയിൽ എപ്പോഴും ഡോക്ടർ ഉണ്ടല്ലോ, ഒരു ഡോക്ടർ പെട്ടെന്ന് വന്നു. ഡോക്ടർ ആംബുലൻസ് വന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്നെ ഒരു വോക്കൽ കോഡിനൊരു തടിപ്പുണ്ട്, മാറ്റണമെന്ന് പറഞ്ഞു. 3-4 ദിവസം കഴിയുമ്പോൾ വോക്കൽ കോഡിലെ ഒരു മൈനർ ഓപ്പറേഷൻ, അത് കഴിഞ്ഞാലേ നമുക്ക് കുറേ നാളത്തേക്ക് സംസാരിക്കാൻ ഒക്കില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും എനിക്ക് ശബ്ദത്തിന് എന്തോ ഒരു പ്രോബ്ലം ഉള്ളത്. അങ്ങനെ ഞാൻ വീണ്ടും അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ വോക്കൽ കാർഡ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സാധനം, അതിന് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വേണം. മെഡിക്കൽ കോളേജിൽ അന്ന് ഇതില്ല. അപ്പോൾ ഡോക്ടർ രാജൻ, ഞാൻ ഓർക്കുന്നത് വളരെ ഫേമസ് ENT സ്പെഷ്യലിസ്റ്റ്, അവർ പറഞ്ഞു, ബെറ്റർ ഗോ ടു ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹി, അവിടെ എല്ലാ മോഡേൺ ഫെസിലിറ്റിയുള്ള അവിടെ ഒരു ഫേമസ് ENT സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അങ്ങനെ പോയി. വയലാർ രവി എന്നെ നിർബന്ധമായി ഇതറിഞ്ഞപ്പോൾ വിളിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത്, ഞാൻ വീട്ടുകാരോട് കൂടുമ്പോൾ പറയാതെ, തലേക്കൊന്നൽ ബഷീർ അന്ന് രാജ്യസഭാംഗമാണ്, അദ്ദേഹമാണ് വന്ന് ഒപ്പിട്ട് കൊടുക്കുന്നത്. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ഒരു 2-3 ആഴ്ച ഡൽഹിയിൽ താമസിച്ചു. അന്ന് അതിലും രസകരമായൊരു സംഭവമുണ്ട്. ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിലൊരു മലയാളി ഡോക്ടർ ഉണ്ടായിരുന്നു, കിളിമാനൂരുകാരൻ. അപ്പം ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് MM ഹസൻ MLA എന്നല്ലേ. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ, രാവിലെ ആയിരുന്നു, ഒരു വൈകുന്നേരമായി ഇറങ്ങുമ്പോൾ, ഈ അനസ്തേഷ്യയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ, അയാളുടെ പേരെനിക്ക് ഓർമ്മയില്ല, അയാൾ വന്നു പറഞ്ഞു, സാറിപ്പോൾ XMLA ആണെന്ന് പറഞ്ഞു. എനിക്കൊന്നും അങ്ങോട്ട് ചോദിക്കാൻ വയ്യ, പക്ഷെ എൻ്റെ ഉപബോധ മനസ്സിൽ ഒന്നുണ്ട്, അതായത് ലോനപ്പൻ തമ്പാടൽ നമ്മുടെ മുന്നണിയിൽ നിന്ന് മാറും എന്നൊരു ശ്രുതി ഉള്ളപ്പോഴാണ് ഞാൻ പോണത്.
ഞാൻ ഇവിടെ പറയാതല്ലേ പോയത്. ലോനപ്പൻ നമ്പാടൻ UDF നിന്ന് കരുണാകരൻ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചു. ഒറ്റ ആളിൻ്റെ അതാ കാസ്റ്റിംഗ് സ്പീക്കർ AC ജോസ് ഒറ്റ ആളിൻ്റെ പിന്തുണയിലാണ് ഗവൺമെൻറ് നിന്ന്. അവസാനം കരുണാകരൻ രാജിവെച്ചു, മന്ത്രിസഭ പോയി. ആ വാർത്ത അന്ന് ഇവിടെ വന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, സാർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ MLA ഇപ്പം ഇത് വയലാർജി അറിഞ്ഞു. വയലാർജി അപ്പം തന്നെ ഡൽഹിയിലല്ലേ മനോരമയെ വിളിച്ചു കൊടുത്തു. അസൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയപ്പോൾ MLA, ഇറങ്ങിയപ്പോൾ XMLA. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഭാര്യ വരെ അറിയുന്നത്. അവരൊക്കെ വിളിച്ച് വലിയ ബഹളമായി വയലാർജി. അപ്പം വയലാർജി പറഞ്ഞു, അതല്ല ഇതൊരു വാർത്തയല്ലേ. അത് കഴിഞ്ഞാണ് ഞാൻ തിരിച്ചു വരുന്നത്. പിന്നെ അടുത്ത ഇലക്ഷന് ഞാൻ ജയിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോഴും പ്രസംഗം തുടരുകയല്ലേ നിരന്തരമായി. അപ്പം അന്ന് എന്നോട് ചില കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ചും ബാലകൃഷ്ണൻ പെരിയായി പോലുള്ളവർക്കത് വളരെ നല്ല ഒരു ഇൻഫർമേഷനായിരിക്കും. അതേപോലെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞത് എനിക്ക് ഈ വോക്കൽ കോഡിൻ്റെ തടിപ്പ് മാറി. തടിപ്പ് മാറിയില്ലെങ്കിൽ എന്താ, അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതുപോലെ തടിപ്പ് വന്ന് സമയത്ത് ഓപ്പറേറ്റ് ചെയ്യാതിരുന്നത് കൊണ്ടാണ്. അണ്ണാദുര തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു, വലിയ ഒറേറ്ററല്ലേ, അദ്ദേഹം മരിച്ചുപോയി. അത് ക്യാൻസറസായി. ഓക്കെ. അതുകൊണ്ട് അന്ന് എന്നെ പേടിപ്പിച്ചാണ് അപ്പം ഓപ്പറേറ്റ് ചെയ്തോ. അതിന് ഇത് കേട്ടതോടുകൂടി വല്ലാതെ പറയും, 1 മിനിറ്റ് വൈകണ്ട, ഇപ്പം ഓപ്പറേറ്റ് ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒന്ന് തുടർച്ചയായിട്ട് AC കാറിലോ AC-യിൽ ഇരിക്കാൻ പാടില്ല, ഫാനിൻ്റെ അടിയിൽ കിടന്നുറങ്ങാൻ പാടില്ല, പിന്നെ തണുത്ത വെള്ളം കുടിക്കാനേ പാടില്ല, ചൂടുവെള്ളം കുടിക്കണം. വയൽ യു ആർ സ്പീക്കിംഗ് ഇടയ്ക്കിടയ്ക്ക് ഈ വാട്ടർ സിപ്പ് ചെയ്യണം. അതും ഒറ്റ സ്ട്രെച്ചിന് പ്രസംഗിക്കുന്ന ഒരു പതിവാണല്ലോ നമുക്ക്. അത് പാടില്ല, ഇടയ്ക്കൊന്ന് വെള്ളം കുടിക്കണം, എന്നിട്ട് 1 സെക്കൻഡ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പ്രസംഗിക്കണം. ഇതൊന്നും പറഞ്ഞതുപോലെ പാലിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് വീണ്ടും ഈ ശബ്ദം ഇങ്ങനെയാണ്. ഞാൻ ചിലയിടത്തൊക്കെ പോകുമ്പോൾ തമാശക്ക് പറയുക, കോളേജിൽ പറഞ്ഞു, ഒരു മിമിക്രിക്കാരനുണ്ട് കലാഭവൻ നവാസ് മരിച്ചുപോയി. അവനെല്ലാവർക്ക് പിന്നെ ഇമിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സുഹൃത്തുക്കളെ, അപ്പോൾ അവൻ ഇങ്ങനെ ചോദിക്കും TV-യിൽ ഏഷ്യാനെറ്റ്, ഈ ശബ്ദം ആരുടേതാണെന്ന് പറയാമോ? ആരും പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ക്ലിപ്പിട്ടു. അപ്പോൾ ഞാനിങ്ങനെ ഒരു കോളേജിൽ, സാറിന് എങ്ങനെയാണ് ഈ ശബ്ദമായതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതാണ് പാറപ്പുറത്ത് ചിരട്ട വെച്ച് ഉരച്ചാൽ ഉണ്ടാകുന്ന ഒരു ശബ്ദമായിട്ടല്ലേ നിങ്ങൾക്ക് അനുഭവപ്പെട്ടത്. പിള്ളേർ ചിരിച്ചു. ഒരു കുഴപ്പമില്ല, ഒരുപാട് കാലം ഒരു ഉപകരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ കാലക്രമത്തിൽ അതിന് ചില തേയ്മാനം കേടുപാടുണ്ടാവും. അതേ എനിക്കും സംഭവിച്ചിട്ടുള്ളൂ. പിള്ളേർ പൊട്ടിച്ചിരിച്ചു. അതല്ലാതെ എൻ്റെ മധുര ശബ്ദമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ഏത് ഉപകരണവും ആവുമല്ലോ, തേയ്മാനം വരും. അല്ല, ഞാൻ പറഞ്ഞത്, ഞാനത് ചോദിക്കാൻ കാരണം അത്രമേൽ ഈ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിച്ച് നടന്ന ഒരാളാണ്. എത്ര യോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് എന്നോട് ഒരു തവണ ശ്രീ VM സുധീരൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഹസന്റെ പ്രസംഗത്തെ കുറിച്ചിട്ട്. പുള്ളി അത് പറയുമ്പോൾ വളരെ വൈകാരികതയോട് കൂടിയിട്ടാണ്. പുള്ളി പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയും. അത് മാത്രമല്ല, വളരെ മനോഹരമായിട്ട് ഹസൻ പ്രസംഗിക്കുന്നതിനോട് പറഞ്ഞു. അപ്പോൾ എന്നോട് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, നിങ്ങൾ എത്ര യോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഒരു ദിവസം? അല്ല, ഇതുവരെ. ഞാൻ പറഞ്ഞു, കണക്ക് പറയാൻ പറ്റാത്തതിന് സാധാരണ മലയാളത്തിൽ പറയുന്നത് കാക്കത്തുള്ളായിരം. എനിക്ക് തന്നെ നിശ്ചയമില്ല. കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഞാൻ പോകാത്ത ഒരു സ്ഥലവും കേരളം. കാരണം KSU, യൂത്ത് കോൺഗ്രസ്, പിന്നെ കോൺഗ്രസ്സിലാണെങ്കിൽ ഞാൻ വഹിക്കാത്തൊരു സ്ഥാനമില്ല. തിരുവനന്തപുരത്ത് DC പ്രസിഡൻ്റായിരുന്നു. ഒരു 1/4 നൂറ്റാണ്ട് കാലം KPCC ഭാരവാഹിയായിരുന്നു. 20-25 വർഷം MLA ആയിരുന്നു. MLA ആകുമ്പോഴേ എല്ലാം പ്രസംഗിക്കാൻ വിളിക്കും. പിന്നീട് ഞാൻ KPCC പ്രസിഡൻ്റായി ഒരു 1.5 വർഷക്കാലം. UDF കൺവീനർ 4-5 കൊല്ലമായിരുന്നു. പക്ഷേ ഇതെല്ലാം ആയിരിക്കുമ്പോഴും പ്രധാന യോഗങ്ങളിൽ ഈ പ്രാസംഗികന്മാരെ, ഇപ്പോൾ പെരിയ ബാലകൃഷ്ണനെയൊക്കെ വിളിക്കുന്നതിന് നല്ലൊരു പ്രസംഗം. അപ്പോൾ അങ്ങനെ എല്ലാ പ്രസംഗത്തിനും എനിക്ക് തന്നെ നിശ്ചയമില്ല എത്ര യോഗത്തിൽ പ്രസംഗിച്ചു. പിന്നെ ഡോക്ടർ ഒരു ഉപദേശം തന്നു, അതെനിക്ക് പാലിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, യുവർ വോയിസ് ഈസ് വെരി പ്രഷ്യസ്. നിങ്ങളുടെ വോയിസ് അനാവശ്യമായും ഉപയോഗിക്കരുത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ, എന്താ ഡോക്ടർ, മഹാത്മാഗാന്ധി എന്തിനാണ് ഒരു ദിവസം നിശബ്ദത മൗനവ്രതം എടുത്തിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വോക്കൽ കോഡിന് പ്രശ്നം ഉണ്ടായി കാണും, അല്ലെങ്കിൽ അങ്ങനെ എടുക്കില്ല.
അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു അസൻജി ഈ ഓപ്പറേഷന് ശേഷം നിരന്തരം പ്രസംഗം തന്നെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും ഡോക്ടർമാർ, ഞാൻ ഈ ചില ENT സ്പെഷ്യലിസ്റ്റുകളെ പോയി വോയിസ് തെറാപ്പി അപ്പോൾ പറയുന്നത് അധികം സംസാരിക്കരുത്. അതിപ്പം നമ്മൾ പ്രസംഗം മാത്രമല്ല, ഇപ്പം നിങ്ങൾ വന്നു അരമണിക്കൂറോ 3/4 മണിക്കൂറോ നമ്മൾ സംസാരിക്കും, നിങ്ങൾ ചോദിക്കുന്നല്ലേ ഉള്ളൂ, ഞാനല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതെ അതെ അതെ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫോണിലും ഇതിലും എല്ലാം ഉള്ള സംസാരം നിയന്ത്രിക്കണം. പക്ഷെ നമ്മൾ വിചാരിച്ച് നിയന്ത്രിക്കാൻ പോകില്ല. ഗുരുനാനാക്കിൻ്റെ ഒരു കൊട്ടേഷൻ ഇന്നാൾ വായിച്ച്, അമിത ഭാഷണവും അമിത ഭക്ഷണവും അപകടമാണെന്ന്. അപ്പോൾ ഭക്ഷണം മാത്രമല്ല, ഭക്ഷണവും നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് രോഗങ്ങൾ വരുമല്ലോ. അതെ, അമിത ഭാഷണവും അപകടകരമാണ്. ഈ നമ്മളെപ്പോലെ ശബ്ദം വളരെ സൂക്ഷിക്കേണ്ട ആളുകൾക്ക് അമിതമായ പ്രസംഗങ്ങൾ. ഇപ്പം 3 പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കുറിച്ച് സൂചിപ്പിച്ചു, AK ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി. ഈ 3 ആളുകളെയും എങ്ങനെയാണ് വ്യത്യസ്തപ്പെടുത്തുന്നത്, എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? ഞാൻ പറയാം, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ആദ്യം വയലാർ രവിയാണ്. വയലാർ രവി എന്നെ ഇവിടെ DCC സെക്രട്ടറി ആക്കാൻ സമ്മതിച്ചില്ല. അദ്ദേഹം വളരെ നിർബന്ധിച്ച് എന്നെ മാറ്റി നിർത്തി. വർഷങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെ യൂണിവേഴ്സിറ്റി KSU പ്രസിഡൻ്റായി. അത് കഴിഞ്ഞ് KSU പ്രസിഡൻ്റായി, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി, പിന്നെ KSU പ്രസിഡൻ്റായി. അന്ന് പുള്ളി ഇവിടെ വന്നപ്പോൾ സുധീരൻ മാറി, ഞാനാവാം. അതിന് മുമ്പ് സുധീരൻ മാറുന്നു, ഞാനാവുന്നു. എന്നെ KC ജോസഫിനെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ, സുധീരൻ, ഞങ്ങൾ 4 പേരെയും MLA ഹോസ്റ്റലിൽ അദ്ദേഹം ഒരു മുറിയിൽ വിളിച്ച് വയലാർ രവി. അന്ന് പുള്ളി സൃഷ്ടിസ്ഥിതി സംഹാരമെല്ലാം പുള്ളിയാണ്. KSU 4 പ്രസിഡന്റ് ആവണം, ആന്റണിയോടും ഉമ്മൻചാണ്ടിയോടും ആലോചിക്കും. യൂത്ത് കോൺഗ്രസിന് 4 പ്രസിഡന്റ് ആവണം. ഇതൊക്കെ ഒരു കോൺസെൻസസ് എടുത്തിട്ട് അത് ഇംപ്ലിമെൻറ്റേഷൻ വയലാർ രവി. കാരണം ആജ്ഞാശക്തി ഏറ്റവും കൂടുതലുള്ളത് വയലാർ രവിക്ക്. അപ്പം ഞങ്ങൾ 4 പേരും നിങ്ങൾ 4 പേരും തമ്മിൽ ഒരു തർക്കവും വേണ്ട. പുള്ളി എല്ലാവരും കൂടെ ആലോചിച്ചിട്ടാണ് പറയുന്നത്. അടുത്ത സുധീരൻ KSU പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറും. അവിടെ താൻ പ്രസിഡന്റ് ആവണം, ഞാൻ പ്രസിഡന്റ് ആവണം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MMSൻ്റെ കൂടെ യൂണിവേഴ്സിറ്റി യൂണിയൻ സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറി ആവണം. KC ജോസഫിന് ഇവിടെ താരങ്ങളൊന്നുമില്ല, NSCയുടെ സെക്രട്ടറി ആയിട്ട് തന്നെ ഞങ്ങൾ വയ്ക്കും. നിങ്ങൾ തമ്മിൽ തർക്കമില്ല, ഓക്കെ. അപ്പോൾ എത്ര വർഷം മുമ്പാണെന്നറിയാമോ ഇവിടെ വന്ന DCC. അപ്പം ഞാൻ ചോദിച്ചു, പണ്ട് എന്നെ DCC ജനറൽ സെക്രട്ടറി ആക്കാൻ വയലാർജി, എടൂ ഞങ്ങളൊക്കെ കാലത്തിൻ്റെ മുമ്പേ സഞ്ചരിക്കുന്നവരാ. ഞാനും ആൻ്റണിയും ഉമ്മൻചാണ്ടിയും കൂടെ നേരത്തെ ആലോചിച്ചിട്ടുണ്ട്. തന്നെ ഞങ്ങൾ പല കാരണങ്ങളുണ്ട്. പറഞ്ഞ കാരണം, ഒന്ന് താൻ ഒരു പ്രാസംഗികൻ, 2 KSU പ്രസിഡന്റന്മാരായിരുന്നവരുടെ പേരുകൾ പറഞ്ഞു. അതിലാരും ഒരു മുസ്ലിം വന്നിട്ടില്ല. അപ്പോൾ കോഴിക്കോട് വയ്ക്കാൻ കാരണം തന്നെ പ്രസിഡൻ്റാക്കാനാണ്. അപ്പോൾ എന്തുമാത്രം ദീർഘവീക്ഷണത്തോടുകൂടി പ്ലാൻ ചെയ്തു. അങ്ങനെ പ്രസിഡൻ്റാക്കി. അത് കഴിഞ്ഞിട്ട് സുധീരൻ്റെ കൂടെ ഞാൻ, അപ്പം ഈ സുധീരനെ അതുപോലെ തന്നെയാണ് പാർലമെൻറ്റിൽ മത്സരിപ്പിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. വയലാർ രവി. AK ആന്റണിയെ പ്രസിഡൻ്റാക്കുന്നത് വയലാർ രവിയാണ്, ഉമ്മൻചാണ്ടിയെ പ്രസിഡൻ്റാക്കുന്നത് വയലാർ രവിയാണ്. അത് ശരി. അപ്പോൾ അന്ന് ഞങ്ങളുടെ തറവാട്ട് കാരണവരാണ്. അങ്ങനെയുള്ള വയലാർ രവിയാണ് പിൽക്കാലത്ത് KPCC പ്രസിഡന്റ് ആകാൻ ആഗ്രഹിച്ചപ്പോൾ നടക്കാതെ പോയതുകൊണ്ട് അദ്ദേഹം പിന്നീട് അറിയാമല്ലോ കരുണാകരൻ്റെ പിന്തുണയോടുകൂടി. അന്ന് എല്ലാത്തിൻ്റെയും ഈ ആന്റണിയും വയലാർ രവി പറയുന്നത് അനുസരിക്കും, അത് കേൾക്കും. അപ്പം അങ്ങനെ ഒരു വലിയ ഒരു ദീർഘവീക്ഷണത്തിൽ ആ ടീമിൽ വന്ന ആളുകൾ നോക്കണം. ആദ്യം MLA-മാരായ ആന്റണി, രാമകൃഷ്ണൻ, കൊട്ടറ ഗോപാലകൃഷ്ണൻ, ഷൺമുഖദാസ്. അത് പിന്നീട് വാസ്തവത്തിൽ AK ആന്റണി നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ AK ആന്റണി അതുപോലെ തന്നെ എല്ലാവരുമായി ആലോചിച്ച് അദ്ദേഹം ആരെയൊക്കെ ഇവിടെ പ്ലേസ് ചെയ്യണം എന്ന് ചിന്തിക്കാം. എല്ലാ ഇലക്ഷനും അദ്ദേഹം നേതൃത്വം തുടങ്ങിയ കാലത്ത് ഇന്ന ആളുകളെ അന്ന് കോൺഗ്രസ് ഗ്രൂപ്പുണ്ട്, കരുണാകരനുമായിട്ട് പുള്ളി വഴക്കിടും. എന്തിനാ? പുള്ളി വയ്ക്കാൻ പറയുന്നതെല്ലാം പഴയ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെയാണ്. അവിടെ പുള്ളി കോംപ്രമൈസ് ചെയ്യില്ല. ഞാനൊക്കെ അസംബ്ലി മത്സരിക്കുന്നത് അങ്ങനെ, ഞാനല്ല, എല്ലാവരും. വയലാർ, പിന്നെ ഉമ്മൻചാണ്ടിയും ആന്റണിയും വയലാർ രവിയും ആ ടീമാണ് കേരളത്തിലെ ഒരു വലിയ യുവ നേതൃനിരയെ. ഇപ്പോൾ ഓരോ വാക്കിൽ 3 ആളെയും ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി, ആന്റണി. ഇപ്പൊ നമ്മള് ആശാൻ, ഉള്ളൂർ വെള്ളത്തോൾ എന്ന് പറയുമ്പോൾ ഓരോരാളെ കുറിച്ചും പറയും. ആശാൻ ആശയഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ചന്ദ്രാട്ടി. വയലാർ രവി വളരെ വലിയ ആദർശശാലിയും
ഉജ്ജ്വലനായ എഴുത്തുകാരനും പ്രാസംഗികനും അതിനേക്കാൾ ഉപരി ആജ്ഞാശക്തിയുള്ള നേതാവുമാണ്. ഓക്കെ. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, അദ്ദേഹം ക്ഷിപ്രകോപിയാണ്. ക്ഷിപ്രപ്രസാദിയുമാണ്. അദ്ദേഹം നമ്മളോട് കോപിച്ചാൽ അതിൻ്റെ അർത്ഥം പ്രസാദിച്ചു. അതാണ് അദ്ദേഹത്തിന്. AK ആന്റണി വളരെ എന്താണ്, ഒരു മിതവാദിയാണ്. ഉള്ളിൽ അടിയുറച്ച ആദർശമുണ്ട്. പക്ഷേ പറയുന്നൊരു വാക്ക് ആലോചിച്ചേ പറയൂ. പറയുന്നത് അദ്ദേഹം പ്രാവർത്തികമാക്കും. ആന്റണി ആർക്കും വാക്ക് കൊടുക്കാറില്ല. പക്ഷെ ആന്റണി മനസ്സിൽ കുറിച്ചിടും. MM ഹസൻ MLA ആവണം, ഇപ്പോൾ പിന്നെ പെരിയ ബാലകൃഷ്ണൻ ഇന്ന സ്ഥാനത്ത് വയ്ക്കണം. മനസ്സിൽ കുറിച്ചിട്ട് ആസൂത്രണം ചെയ്ത് അവസരം വരുമ്പോൾ അവരെ പ്ലേസ് ചെയ്യേണ്ടിടത്ത് പ്ലേസ് ചെയ്യും. ഉമ്മൻചാണ്ടി ആണെങ്കിൽ എല്ലാത്തിൻ്റെയും മധ്യസ്ഥരാണ്. എല്ലാ അസാധ്യ കാര്യങ്ങളും ഏറ്റവും വലിയ അതല്ല, ഏറ്റവും വലിയ ജനകീയ നേതാവാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി പ്രായോഗിക ഞങ്ങൾ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കും. അപ്പം ഉമ്മൻചാണ്ടി പറയും, നല്ല ഉറക്കമായിരിക്കും, രാത്രി അലഞ്ഞ് തിരിഞ്ഞല്ലേ വരും, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, എന്നെ തീരുമാനം എടുത്തിട്ട് വിളിച്ചാൽ മതി, ഞാൻ അംഗീകരിക്കാമെന്ന് പറയും. എനിക്ക് ഈ ആദർശത്തിന് വേണ്ടി ഉറക്കളയ്ക്കാൻ വയ്യ, നിങ്ങൾ ഉണ്ടാക്കിക്കോ. അപ്പം നമ്മൾ എടുക്കുന്ന തീരുമാനം അദ്ദേഹം അംഗീകരിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അന്ന് വയലാർ രവി എതിരായിരുന്നു. 80-ൽ ഞങ്ങൾ അന്ന് ആന്റണി കോൺഗ്രസ്സായിട്ട് പോയല്ലോ. അപ്പോൾ ദേശീയ പാർട്ടിയിൽ നിന്ന് പിരിച്ചു പോയ അവസരത്തിൽ ഇവിടെ കേരളത്തിൽ നിലനിൽപ്പ് വേണമെങ്കിൽ CPM-മായി ഒരു വലിയൊരു പിന്നെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ തീരുമാനമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുമായി കൂടണം, അസംബ്ലിയിൽ മത്സരിക്കണം. വയലാർ രവി എതിരായിരുന്നു, പരസ്യമായി മീറ്റിങ്ങിൽ എതിർത്തു. പറ്റില്ല. അതിന് വയലാർ രവിക്ക് പണിയും കിട്ടി. ഉമ്മൻചാണ്ടി പറഞ്ഞു, ഞാനതിനോട് പൂർണ്ണമായി വിയോജിക്കുന്നു. പക്ഷേ നിങ്ങൾ കൂട്ടായിട്ടൊരു തീരുമാനം ആന്റണിയും നിങ്ങളെല്ലാം കൂടി എടുത്താൽ ഞാനതിനെ അനുസരിക്കും. പക്ഷേ ആയിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എന്നെ ഇലക്ഷൻ നയിക്കാൻ നിർബന്ധിക്കരുത്. മാർക്സിസ്റ്റ് മുന്നണിയെ ഞാനില്ല. മാർക്സിസ്റ്റുകാർക്കും അറിയാം. അവസാനം നിർബന്ധിച്ച് പുതുപ്പള്ളിയെ നടത്തി. ഗവൺമെൻറ് ഉണ്ടാക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ഒരു കാരണവശാലും ഞാൻ ഈ ഗവൺമെൻറ്റിൽ മന്ത്രിയാവില്ല. അങ്ങനെയാണ് PC ചാക്കോ മന്ത്രിയാകും. വയലാർ രവി എതിർത്തു, പരസ്യമായി എതിർത്തു. അന്ന് 80-ൽ നിയമസഭാ തിരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും ഒരുമിച്ചാവുന്നത്. 3 ആഴ്ചത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. വയലാർ രവി ഇന്നിപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലം ചിറയൻകീഴ് ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ആദ്യം വയലാർ രവി, രണ്ടാമത്തെ പ്രാവശ്യം മാർക്സിസ്റ്റുകാർ അദ്ദേഹത്തെ തോൽപ്പിച്ചു എന്ന പരാതി അദ്ദേഹവും പാർട്ടിക്കും ഉണ്ടായിരുന്നു. തുച്ഛമായ വോട്ടിനാണ് തോറ്റത്. അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായത്തിന് എതിരായിട്ടാണ് ഈ ഇടതു മുന്നണി ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് അവർ പ്ലാൻ ചെയ്ത് തോൽപ്പിച്ചു. അപ്പോൾ ഉമ്മൻചാണ്ടി മാറി നിന്നു. പക്ഷെ പൊതു തീരുമാനത്തെ വയലാർ രവിയും ഉമ്മൻചാണ്ടി എല്ലാം അംഗീകരിച്ചു. അതാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രത്യേകത. അതാണ് ഉമ്മൻചാണ്ടി ഏത് കൂട്ടായ തീരുമാനം പുള്ളിക്ക് ഇഷ്ടമല്ലെങ്കിൽ യോജിപ്പില്ലെങ്കിലും അതിനെ ഒരു ജനാധിപത്യ ബോധത്തോടു കൂടി അംഗീകരിക്കും. ഇതാണ് ഇവർ 3 പേരും തമ്മിലുള്ള വ്യത്യാസം. ഉമ്മൻചാണ്ടി KSUവിനും യൂത്ത് കോൺഗ്രസിനും വലിയൊരു അസറ്റായിരുന്നു. അതെല്ലാവർക്കും അറിയാം. അതെ, തീർച്ചയായിട്ടും. ഹസൻജീനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് രാഷ്ട്രീയമായിരിക്കും. കാരണം പാർട്ടി എന്നതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനും കൂടി വേണ്ടി സഞ്ചരിച്ചിട്ടുള്ള ആളാണ് MM ഹസൻ എന്ന് എൻ്റെ ഒരു ബോധ്യമുള്ള കാലം മുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇന്ന് ഗ്രൂപ്പ് രാഷ്ട്രീയമില്ല കോൺഗ്രസിൽ എന്ന് പറയപ്പെടുന്നു. സത്യത്തിൽ ഞാൻ ഹസൻജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്ന ഒരാളോട് ചോദിക്കട്ടെ, എന്തായിരുന്നു ഗ്രൂപ്പ് കൊണ്ടുള്ള നന്മയും ഗ്രൂപ്പ് കൊണ്ടുണ്ടായിരുന്ന തിന്മയും? ഉണ്ടായത് അതിൻ്റെ ചരിത്രം കൂടി പറഞ്ഞാലേ പറയാൻ പറ്റും. അന്ന് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന കാലത്താണ് ഈ ഗ്രൂപ്പ് രൂപം കൊള്ളുന്നത്. ആ പഴയ ചരിത്രം വിശദമാക്കുന്നില്ല ഞാൻ. അന്ന് ഈ കേരള കൗമുദിക്കെതിരായിട്ടൊരു കേസുണ്ടായി, ഈ വനംകൊള്ള നടന്ന ഡോക്ടർ അടിയോടി. അന്ന് ആ കേസ് വന്നപ്പോൾ ആ കേസിൻ്റെ കാര്യത്തിൽ കരുണാകരൻ എടുത്ത നിലപാടിനെതിരായിരുന്നു KPC പ്രസിഡൻ്റായിരുന്ന ആന്റണിയും അതുപോലെ ഞങ്ങളുടെ ഈ പുതിയ യുവതലമുറയിൽപ്പെട്ട ആളുകൾ. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആ കേസ് ഒരു പത്രത്തിനെതിരായിട്ടൊരു കേസ് കൊടുക്കുന്നത്, അത് കേരള കൗമുദിക്കെതിരായിട്ടൊരു കേസ് കൊടുക്കുന്നത് ശരിയല്ല എന്ന ആന്റണിയുടെ നിലപാട്. കരുണാകരൻ വ്യത്യസ്തമായിട്ടൊരു നിലപാടെടുത്തു. അവിടെ നിന്ന് തുടങ്ങിയ ഗ്രൂപ്പ് ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന
രാഷ്ട്രീയ കോൺഗ്രസ് നേതാക്കൾ. ഗവൺമെൻറ് നേരായ വഴിയിൽ പോകാതിരിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന വിമർശിക്കുന്ന ചെറുപ്പക്കാരായ നേതാക്കൾ. ശരിക്കും ആദർശപരമായി ആണൊരു ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. AK ആൻ്റണിയുടെ നേതൃത്വത്തിൽ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളും പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ശ്രീ കരുണാകരൻ അധികാരത്തിൻ്റെ തണലിൽ അദ്ദേഹത്തോടൊപ്പം നിർത്തിയ കുറേ ആളുകളും. അതാണ് ഗ്രാജുവലായിട്ട് അത് ആദ്യം പിന്നെ KSC വന്നു, യൂത്ത് കോൺഗ്രസ് വന്നു, കോൺഗ്രസ് വന്ന് വലിയ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം തുടങ്ങുന്നു. 78 പാർട്ടി പിളർന്നു. അപ്പോൾ 78 Iയും Aയും ഉണ്ടാകുന്നു. അപ്പോൾ രണ്ട് പാർട്ടിയായി. പക്ഷെ അത് പിന്നീട് 82 വീണ്ടും ലയനം നടക്കുന്നു. ഇന്ദിരാഗാന്ധി മുൻകൈ എടുത്ത് ആണ് അന്ന് ലയനം നടത്തുന്നത്. അങ്ങനെയാണല്ലോ 82 വീണ്ടും അധികാരത്തിൽ വരും. ലയനം കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി പ്രത്യേക താല്പര്യമെടുത്ത് AK ആൻ്റണിയെ KPCCയുടെ പ്രസിഡന്റ് ആകണം എന്ന് അവരാഗ്രഹിച്ചു, ആവശ്യപ്പെട്ടു. ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് കരുണാകരൻ ഒരു നിലപാടെടുത്തു. ആൻ്റണി മാറുന്നു. ആൻ്റണി സമ്മർദ്ദം, ഇന്ദിരാഗാന്ധി വളരെ സമ്മർദ്ദം ചെലുത്തിയിട്ടും അദ്ദേഹം സമ്മതിച്ചില്ല. പിന്നീട് അദ്ദേഹത്തെ AICC ജനറൽ സെക്രട്ടറി ആക്കി. അതായി കഴിഞ്ഞപ്പോൾ ഈ പഴയ ഏതാണ്ട് അവസാനിച്ച ഗ്രൂപ്പ് വീണ്ടും തലമും. അപ്പോൾ ആൻ്റണിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരെയും ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്നതെന്ന് ലീഡർ തയ്യാറാണ്. നമ്മുടെ കഷ്ടകാലത്ത് ഞങ്ങളാണ് പാർട്ടി കൊണ്ട് നടന്നത്. അവർ ഭാഗ്യാന്വേഷികളായി മാർക്സിസ്റ്റുകാരുടെ കൂടെ പോയാൽ കുറച്ച് സമയം കഴിയട്ടെ. അങ്ങനെ കുറേ സമയം എന്ന് പറയുന്നത് അദ്ദേഹം തീരുമാനിക്കുന്ന സമയം. അങ്ങനെ ഗ്രൂപ്പ് വീണ്ടും ശക്തിപ്പെട്ടു. അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയാവുന്നു. പക്ഷേ വിധി മറിച്ചൊന്നായി. കാരണം രാജൻ കേസ് വരുന്നു. AK ആൻ്റണി AICCയുടെ വലിയ സമ്മർദ്ദത്തിന് വിധേയനായിട്ടാണ് മുഖ്യമന്ത്രിയായി വരുന്നത്. ശ്രീ കരുണാകരൻ മന്ത്രിസഭയിൽ നിന്ന് പുറത്താവും. അപ്പോഴും വീണ്ടും തലപൊക്കുന്നു ഗ്രൂപ്പ് രാഷ്ട്രീയം. അപ്പോൾ ആൻ്റണി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും ലീഡർ മറുഭാഗത്തുമായി. അങ്ങനെയാണ് ഗ്രൂപ്പ് രാഷ്ട്രീയം അങ്ങനെ ശക്തിപ്പെട്ടപ്പോൾ അതിന് പല കഥകളും എല്ലാം ഉണ്ടാവും. ആ സമയത്ത് ഞങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ AK ആൻ്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടി, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ രാഷ്ട്രീയ ഗുരുനാഥന്മാരോ മാർഗദർശികളോ അവരാണ്. ആൻ്റണി ആണെങ്കിൽ ആദർശത്തിൻ്റെ യഥാർത്ഥമായ ഒരു മുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ആദർശനിഷ്ഠമായ ഒരു ഗ്രൂപ്പിംഗ് ഉണ്ടായ കാലത്ത് ഞങ്ങൾ അവിടെ നിന്നു. അന്നും എന്നും ഇന്നും അതിൽ നിന്ന് മാറിയിട്ടില്ല. ആൻ്റണി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയി, കരുണാകരനും ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോയി. പക്ഷേ മഴ പെയ്ത് തീർന്നിട്ടും മരം പെയ്യുന്നു എന്നുള്ളതുപോലെ പിന്നെ വീണ്ടും ഗ്രൂപ്പ് തുടങ്ങുന്നു. പിന്നീട് വന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശ്രീ കരുണാകരൻ ഇല്ലാത്ത Iയും AK ആൻ്റണി ഇല്ലാത്ത Aയും. പിന്നെ അതിന് നേതൃത്വം കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ്. കാരണം ശ്രീ കരുണാകരൻ വീണ്ടും മന്ത്രിസഭയിൽ വന്നു. മന്ത്രിസഭയിൽ വന്നപ്പോൾ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ചില അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനങ്ങളോട് ആൻ്റണിയും ഉമ്മൻചാണ്ടിയും എല്ലാം യോജിച്ചു. കരുണാകരൻ്റെ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം തന്നെ എടുത്തു വെച്ച വിശ്വനാഥനെ അദ്ദേഹം പുറത്താക്കി. പിന്നീട് അദ്ദേഹം വീണ്ടും ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ KPC പ്രസിഡന്റ് ആൻ്റണിയെ വിളിച്ച് മന്ത്രിമാരാര് വേണമെന്ന് ആലോചിക്കുന്നു. അദ്ദേഹം പറഞ്ഞ പേര് സുധീരൻ. സുധീരൻ്റെ പേര് പറയേ വേണ്ട, അതൊഴിച്ച് വേറെ ഏതെങ്കിലും പേര് പറയാൻ പറഞ്ഞു. അപ്പോഴും അന്ന് പിന്നെ അങ്ങനെയാണ്. ആൻ്റണി ആരുടെയും പേര് പറഞ്ഞില്ല. അത് കഴിഞ്ഞ് അത് തുടർന്നു. പിന്നീട് ആൻ്റണിയുടെ ഗവൺമെൻറ് വന്നപ്പോഴും ലീഡർ പറയുന്ന ആളുകളെല്ലാം മന്ത്രിമാരാക്കി. ഞാൻ ഉൾപ്പെടെ 2001. അപ്പോൾ AI ഗ്രൂപ്പ് പറഞ്ഞ പോലെ മരം പെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ മഴ പെയ്ത് തീർന്നിട്ടും പിന്നെയും തുടരുകയായിരുന്നു. പിന്നീട് കരുണാകരൻ പോയി DIC ഒക്കെ ആയപ്പോഴാണ് രമേശ് ചെന്നിത്തലയും PP തങ്കച്ചനും എല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് റിവൈവ് ചെയ്തു. പക്ഷേ പഴയതുപോലെ I ഗ്രൂപ്പും തമ്മിലൊന്നും സംഘർഷം ഉണ്ടായില്ല. പിന്നെ വരുന്നത് മുരളിയുടെ കാലഘട്ടമാണ്. അപ്പോഴും ഈ മുരളി AK ആൻ്റണിയെ നിർത്തുന്നു. AK ആൻ്റണിയെ എന്താണ് മുക്കാലിയിൽ കെട്ടി അടിക്കണമെന്ന് പറയുന്നു. അന്ന് മറുഭാഗത്ത് നിന്ന് വാദിക്കുന്നത് പറഞ്ഞ ഞാനാണ്. ഞങ്ങൾ അവസാനം വന്നപ്പോൾ കരുണാകരൻ മുഖ്യമന്ത്രിയായി കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പം ശൈലി മാറ്റത്തിൽ തുടങ്ങി 19 MLA അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് അന്ന് MLA ഒപ്പിട്ട് ഞാനാണ് ഡൽഹിയിൽ അഹമ്മദ് പട്ടേലിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നത്.
നരസിംഹറാവു മുഖ്യമന്ത്രിയായി, നരസിംഹറാവു പ്രധാനമന്ത്രിയായി. നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ പ്രധാന റോള് വഹിച്ചാണ്. അപ്പോൾ കരുണാകരനെതിരായിട്ട് ലീഡർക്കെതിരായിട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ആളുകൾ കേന്ദ്ര നിരീക്ഷകന്മാർ വന്ന് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും കേന്ദ്രത്തിൽ വ്യവസായ മന്ത്രിയാക്കുകയും ചെയ്തു. അപ്പോഴും ഈ ഗ്രൂപ്പ് പല രൂപത്തിലാണല്ലോ, പല രൂപത്തിൽ തുടർന്നു. ലീഡറുടെ കാലശേഷം മുരളി DIC പോയി, ഇതെല്ലാം കഴിഞ്ഞെങ്കിൽ ഇപ്പോഴും എന്താണ്, ഇപ്പോൾ അതാണ് ഉമ്മൻചാണ്ടി പിന്നീടും ഈ കൂടെ നിന്ന ആളുകളെ എല്ലാ കാലത്തും അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്യുമായി. അല്ലാതെ ഇപ്പം വാസ്തവത്തിൽ ഒരു ഗ്രൂപ്പും ഇല്ല. ഗ്രൂപ്പ് താല്പര്യങ്ങളുടെ പേരിൽ ഇപ്പം വേറെ ഗ്രൂപ്പില്ല എന്ന് ഞാൻ പറയുന്നത് ഒരു ഭംഗിവാക്കാണ്. ഏത് പാർട്ടിയിലും ഒരുമിച്ച് കുറേ ആളുകൾ കൂടും, ഒരു സമാന മനസ്കരായ ആളുകൾ, അല്ലെങ്കിൽ ആശയപരമായ, അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള താല്പര്യങ്ങളുടെ പേരിൽ. അതിന് ഗ്രൂപ്പെന്ന് വേണമെങ്കിൽ പേരിടാം. അത്തരം ഗ്രൂപ്പുകളെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അന്ന് ഉണ്ടായിരുന്നത് പോലെ രണ്ട് ഗ്രൂപ്പായുള്ള, പിന്നെ ആ ഗ്രൂപ്പിൻ്റെ കാലത്തുള്ള അഡ്വാൻറ്റേജ് ചോദിച്ചു. ആ ഗ്രൂപ്പിൻ്റെ കാലത്തൊരു പ്രത്യേകത, ശ്രീ K. കരുണാകരൻ ആ ഗ്രൂപ്പിൻ്റെ സർവാധിപതിയാണ്. ഒരു വാക്ക് പറഞ്ഞാൽ അതാണ് വാക്ക്. AK ആന്റണിയുടെ നിലപാടെടുത്താൽ ഇവിടെ ആരും പിന്നെ ന്യൂനം തലമുക്കുന്ന പ്രശ്നമൊന്നുമില്ല, അതിനപ്പുറമൊന്നുമില്ല. അങ്ങേയറ്റത്തെ ഡിസിപ്ലിൻ. ഇലക്ഷൻ വരുമ്പോൾ ഭയങ്കര തർക്കങ്ങൾ, സ്ഥാനാർത്ഥി. അവസാനം ഇവർ രണ്ടുപേരും കൂടെ തന്നെ പറയും എന്താണ്, പിന്നെ കരുണാകരനും ആന്റണിയും തമ്മിൽ വലിയ തർക്കം. അവസാനം രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോൾ ആന്റണിയുടെ വിജയസാധ്യത നോക്കും. ഉള്ള സ്ഥാനാർത്ഥികളെ ആന്റണി വാദിക്കുമ്പോൾ കരുണാകരൻ സമ്മതിച്ചു കൊടുക്കും, തിരിച്ച് ആന്റണി സമ്മതിക്കും. ഇത് രണ്ടുമല്ലാത്തതിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. കൊല്ലത്തി തെറ്റെയ്തോ അത് അങ്ങനെ ചൊല്ലില്ലേ, അത് ലീഡർ തന്നെ പറയും. അത് കാര്യം വരുമ്പോൾ ഇവർ ഒരുമിച്ച ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുള്ള കാലത്താണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഗ്രൂപ്പ് വേണമെന്നല്ല, അന്നത്തെ ഗ്രൂപ്പിനല്ല ഞാൻ പറഞ്ഞത്. ഈ അവസാനത്തെ വാക്ക്, അതാണ് ഞാൻ ഹസൻജിയിലേക്ക് എനിക്ക് ആ ഉത്തരം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഒരു അവസാനത്തെ വാക്ക് യഥാർത്ഥത്തിലില്ല, ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ എന്താണ്, വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടല്ലേ പാർട്ടിക്കകത്ത്. ഇപ്പോഴും ഈ പറഞ്ഞ, ഞാനിപ്പോൾ ഗ്രൂപ്പൊന്നുമില്ല, പക്ഷെ ഇപ്പോഴും ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന ആളുകളിൽ ഒരു ക്വാളിറ്റി ഉണ്ട്. അത് ഉമ്മൻചാണ്ടി പറഞ്ഞാൽ അനുസരിക്കും. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞാലും അവർക്ക് പലർക്കും പല വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇപ്പോഴും ഉമ്മൻചാണ്ടിയോടുള്ള ആരാധനയും ഉമ്മൻചാണ്ടിയിലുള്ള അങ്ങേയറ്റത്തെ പിന്നെ വാത്സല്യവും എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിൽ നിന്ന ആളുകൾ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്നവരെ സൈഡ് ലൈൻ ചെയ്യുന്നു എന്നിടയ്ക്ക് പരാതി വരുന്നില്ല. അത്തരം പരാതികൾ വരുമ്പോൾ ഞങ്ങളൊക്കെ ഇടപെടാറുണ്ട്. കാരണം അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇപ്പോൾ ഉള്ള നേതാക്കന്മാരാരും അത്തരം പരാതികളെ അവഗണിച്ച് തള്ളുന്നവരുമല്ല. ഇപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമീപനമായിട്ട് ഇപ്പോൾ ഗ്രൂപ്പില്ലാത്തതിൻ്റെ ഒരു വലിയ ആശ്വാസം. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുക, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലൊന്നുമല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. നിയമസഭ വന്നാലും അങ്ങനെയാണ്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയിലും അങ്ങനെയായിരുന്നു. ഗ്രൂപ്പ് നോക്കിയിട്ടല്ല. അന്ന് പ്രതിപക്ഷ നേതാവ്, KPC പ്രസിഡന്റ്, അവർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് എല്ലാ നേതാക്കളുടെയും ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കി. അങ്ങനെയാണ് സ്ഥാനാർത്ഥികളെല്ലാം വന്നിട്ടുള്ളത്. ഇനി അത്തരം ഒരു ഗ്രൂപ്പ് തലപൊക്കാൻ സാധ്യതയില്ല. കാരണം രാഹുൽ ഗാന്ധി ഒരു കാര്യത്തിൽ വലിയ നിർബന്ധമാണ്.